ഈ വീഡിയോ ഉണ്ടോ? ഇത് ഏതെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനത്തെ ദൃശ്യങ്ങളൊന്നുമല്ല. ഇത് നമ്മുടെ സ്വന്തം കേരളത്തിൽ കോഴിക്കോടാണ് സംഭവം. അത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അവിടെ നിൽക്കുമോ, ടിക്കറ്റ് എടുത്തിട്ട് അവിടെ നിൽക്കുമ്പോൾ പോലും നമുക്ക് അവിടുന്ന് ട്രെയിൻ കയറാൻ പറ്റുന്നില്ല. ഈ വാതിനധികം തൂങ്ങി നിൽക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, ജസ്റ്റ് ഒന്ന് കൈ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ താഴെ വീഴും. അമ്മാതിരി പ്രശ്നമല്ല ഇത് നടക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെങ്ങനെ എന്ത് സുരക്ഷ നമുക്ക് ഒരു റെയിൽവേ തരുന്നത്? ഈ പോലീസുകാർ, റെയിൽവേ പോലീസ് വരെ നോക്കി നിൽക്കുന്ന സമയത്ത് വരെ ആൾക്കാർ കയറിയിട്ട് അവർ പുറത്തിങ്ങനെ തൂങ്ങി നിൽക്കുന്നു. എന്ത് സുരക്ഷ അപ്പോൾ നമുക്ക് റെയിൽവേ തരുന്നുള്ളത്? ഇത്രയും ജനങ്ങൾ കൂടിയിട്ട് പോലും ഒന്നുകിൽ ട്രെയിനിൻ്റെ എണ്ണം കൂട്ടണം, അല്ലെങ്കിൽ ഇവർ ജനറൽ കോച്ചുകൾ കൂട്ടണം, സ്ലീപ്പറോ എന്തെങ്കിലും കുറച്ചുകൊണ്ട് ജനറൽ കോച്ചുകൾ കൂട്ടണം. പക്ഷേ ഈ 2 ട്രെയിൻ ഫുള്ള് റഷായിട്ട്, അപ്പോൾ എത്ര ട്രെയിനുകൾ, എത്ര ആൾക്കാർ, കുഞ്ഞുങ്ങൾ പോലും അതിനകത്ത് ഇടികൊണ്ട് ശ്വാസം മുട്ടി, സ്ത്രീകളടക്കം പ്രായമുള്ളവരടക്കം ഇതിൽ ഇടിയും കൊണ്ടിട്ടാണ് പോകുന്നത്. ഇതിനകത്തൊക്കെ ഒരു പരിഹാരം കാണാതെ ഈ കയറി വെറുതെ പൈസയും മേടിച്ച് ഓടിക്കുന്ന കുറച്ച് ടീമുണ്ട്. ഉമ്മാരെയൊക്കെ തലമണ്ട അടിച്ച് ഓടിക്കണം ആദ്യം. ഇതിനൊരു ശാശ്വത പരിഹാരം കാണുന്നവരെ നമ്മൾ ഇതിന് പ്രതികരിച്ചേ പറ്റൂ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിനൊക്കെ ഒരു മാറ്റം പറഞ്ഞെങ്കിൽ നമ്മൾ പ്രതികരിച്ചേ പറ്റത്തുള്ളൂ. എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകും? ജസ്റ്റ് ഒരു കൈ വിട്ട് കഴിഞ്ഞാൽ ഒരു ആൾ മരണം വരെ സംഭവിക്കും അവിടെ. പോട്ടെ, പ്രായമുള്ള ഒരാൾ മനുഷ്യൻ അതിനകത്ത് നിന്ന് ഇടയ്ക്ക് കയറി നിന്നിട്ട് ആൾ ശ്വാസം മുട്ടി മരിച്ച ആര് സമാധാനം പറയും? ഒരു കുടുംബത്തിൻ്റെ ജീവിതം ഇല്ലാതായി പോത്തില്ലയോ? ഒരു ജീവന് വിലയില്ലെന്നത്, ഒരു ജീവന് വിലയില്ലാത്തതിൻ്റെയോ മതി. മൃഗങ്ങളെ ഇട്ട് മറ്റേ കാളകളെയൊക്കെ ഇട്ട് വണ്ടിക്കകത്തിട്ട് തള്ളി ഞെരുക്കി കൊണ്ടുപോകുന്ന കണക്ക് മനുഷ്യരെ ഇട്ട് കൊണ്ടുപോവുക. എന്തൊരവസ്ഥയാണെന്ന് പറയണേ. അധികാരികളെ കണ്ണുറക്കാൻ എന്തായാലും നമ്മൾ ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യണം. അങ്ങനെയെങ്കിലും ഇവർ നേരെയാക്കുന്നെങ്കിൽ നേരെയാക്കട്ടെ. അല്ലാതെ ഇപ്പോൾ നമ്മളെന്ത് പറയാൻ പറ്റും? ഒറ്റയ്ക്ക് ഇറങ്ങി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കുക. ഓക്കെ, ബൈ.